ഇത് കൊടക്കല്ല് മണ്ണാണ്. ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട് കൊടക്കല്ലെന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ്. ഈ എല്ലാവരും പറയും കെമിക്കലാണ്. ഒരു കെമിക്കലും അല്ല. ഇവിടെ വരിക, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എന്താ എല്ലാവരും പറയുന്നത് കെമിക്കൽ തേക്കുകയാണ്. ഒന്നല്ല, ഇത് ഒറിജിനൽ പറമ്പിലെ പൊടിമണ്ണാണ്. ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടുങ്ങാണ്ട് അതിൻ്റെ ഈ പൊടി മാത്രം എടുത്താണ് ഇത്. അതാ, ഇത് കെമിക്കലൊന്നല്ല, ആ മണ്ണാണിത്. ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണ് ഉണങ്ങിയതായിരുന്നു. ഈ മണ്ണ് എടുത്തിട്ടാണ് ഈ ചട്ടിമ്മ തേക്കണ്. അത് തേക്കും പറയാ ആ കളറ് ഇതാ, ഞാൻ കാണിച്ചു തരാം. ആ കളർ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് കണ്ട, ആ കളർ തേക്കുമ്പോൾ കണ്ടില്ല കളർ മാറുന്നു. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ചോക്കും. കഴിഞ്ഞ ദിവസമായി നമ്മൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ചട്ടി ഉണ്ടാക്കുന്ന ഒരാളുടെ. അത് ഭയങ്കരമായിട്ട് വലിയ അത്യാവശ്യം നല്ല റീച്ചിൽ പോയി. അപ്പൊ അതില് കുറെ ആൾക്കാരെ ഇതിന്റെ നമ്പർ, ആ വ്യക്തിന്റെ നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ തെരഞ്ഞിട്ട് ആളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആള് ചട്ടി ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണിച്ചത്. അതിൽ കുറെ ആളുകൾ ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഇങ്ങനെ കുറെ അപവാദങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരിട്ട് ആളോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് കുട്ടൻ. ഞാൻ വെങ്ങാലൂർ കാരത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കോലുപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. തിരൂരാണ്, മലപ്പുറം ജില്ലയിലാണ്. ഞാൻ ചെറുപ്പത്തിലൊരു 4ാം ക്ലാസ് മുതൽ പഠിത്തം തുടങ്ങിയ ആളാണ്. മലപ്പുറം ജില്ലയിൽ കൊടക്കല്ലാണ് ഏറ്റവും നല്ല മണ്ണ് കിട്ടുന്നത്. ആ മണ്ണ് തന്നെയാണ് കൊണ്ടുവന്നിട്ട് ചട്ടി ഉണ്ടാക്കുന്നതും എല്ലാം. പിന്നെ കറുത്ത ചട്ടി ഉണ്ട്, നമ്മൾ മയക്കി കൊടുക്കുന്നുണ്ട്. മയക്കി കൊടുക്കുന്ന ചട്ടി ഇതാണ്. കുറച്ചേ ഉള്ളൂ, ഇപ്പം ഇല്ല, ഇപ്പം സ്റ്റോക്ക് ഇല്ല. ഇതിൽ കുറച്ച് ഇതൊക്കെ മയക്കിയതാണ്. ഇത് മയക്ക ചട്ടിയാണ്. ഇപ്പം സൂപ്പിനുള്ള ചെറുതായിരിക്കും. ഇതിപ്പോ ബിരിയാണി ബൗളാണ്. മിനുസപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ പണി. ഇതിനടി ഉണ്ടോ? ഇതിന് ഒരു കുഴപ്പമില്ല, അത് ബൗൾ തന്നെയാണ്. എല്ലാവർക്കും പിടിക്കാനൊന്നും ആവൂലത്. നല്ല എയിമുള്ള ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ചായപാത്രമാണ്. പിടിയുള്ള ചായപാത്രം ഉണ്ടാക്കാൻ പോകുന്നത്. പാല് കാച്ചണ, ചായ ഉണ്ടാക്കുന്ന, അങ്ങനെ ചെറിയ കഞ്ഞിയൊക്കെ, കൊടിയേരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനെ പഠിപ്പിച്ചതാണ്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞ ആ സംഭവമാണോ? അതെ, കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ കുലത്തൊഴിലാ. ഇതിപ്പോ ബംഗാളികൾ ഉണ്ടാക്കുന്നുണ്ട് ചെടിച്ചട്ടിയൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കാൻ അത് നല്ല എയിമെന്നാണ്. കെമിക്കൽ ചേർത്ത മണ്ണൊന്നും തീയിലിടാൻ പറ്റൂല. ഇത് ഒറിജിനൽ തീയിലിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുന്നതാണ്. മറ്റേതുണ്ട് ഗ്യാസിലൊക്കെ വെച്ചുങ്ങാണ്ട് ആവി